ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഗ്രാമീൺ ഡാക് സേവക്, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ ഒഴിവുകളുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ വിജ്ഞാപന പ്രകാരം പരീക്ഷയില്ലാതെ 10ാം ക്ലാസ് ജയിച്ചവർക്ക് ജോലി കിട്ടാൻ ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ GDS ഓൺലൈൻ എൻഗേജ്മെന്റ് അതിന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണിത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെ ജോലി ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു മികച്ച അവസരമാണിത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. മുമ്പ് പറഞ്ഞതുപോലെ ഗ്രാമീൺ ഡാക് സേവകാണ് GDS, അതുപോലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM. ഇതിൻ്റെ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/3/2025, അതായത് മാർച്ച് 3-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന ഡേറ്റ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ആദ്യത്തെ ഒഴിവ് വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്ററുടെ ജോലിയുടെ രീതികൾ വരുന്നത് ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻസ്, അതായത് പോസ്റ്റ് ഓഫീസിലെ അതാത് ദിവസത്തെ കാര്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ജോലികൾ വരുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ്, പ്രൊമോഷൻസ്, അങ്ങനെ വരുന്നു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ജോലികളുടെ രീതികൾ. അടുത്തത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM. ഇവരുടെ ജോലിയുടെ രീതികൾ സെയിൽ ഓഫ് സ്റ്റാമ്പ് ആൻഡ് സ്റ്റേഷനറി, അതായത് സ്റ്റാമ്പും സ്റ്റേഷനറിയൊക്കെ സെയിൽ ചെയ്യുക, മെയിൽ ഡെലിവറി ചെയ്യുക, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററെ ദൈനംദിന പ്രവൃത്തികളിൽ സഹായിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലിയുടെ രീതി. അടുത്ത് വരുന്നത് ഡാക് സേവക്, അതായത് പോസ്റ്റ്മാൻ തസ്തികയാണത്. സബ് പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, റെയിൽവേ മെയിൽ സർവീസ്, RMSന്റെ ഒക്കെ ഓഫീസുകളിലും ആണ് ഇവരുടെ സർവീസ് വരുന്നത്. ഇവരുടെ ജോലിയുടെ രീതി ലെറ്ററുകളും മറ്റും ഡെലിവറി ചെയ്യുക, അതുപോലെ പാഴ്സലുകൾ ഡെലിവറി ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ ശമ്പള സ്കെയിലും കാര്യങ്ങളും നോക്കാം. ഇവിടെ ശമ്പളത്തിന്റെ കാറ്റഗറി വരുന്നത് BPM, അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ശമ്പളം വരുന്നത് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ്. അടുത്തത് ABPM ഡാക് സേവക്, ഇവർക്ക് വരുന്നത് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ് ഇവരുടെ ശമ്പള സ്കെയിൽ. ഇനി ഇവരുടെ പ്രായപരിധി നോക്കാം. മിനിമം 18 വയസ്സിനും മാക്സിമം 40 വയസ്സ് വരെയാണ്. അത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അത് പ്രായത്തിൽ ഇളവുള്ളത് SC/ST 5 വർഷവും, അതായത് 45 വയസ്സും, OBCക്ക് 43 വയസ്സ്, PWD 50 വയസ്സ്, അതുപോലെ PWD OBCക്ക് 53 വയസ്സ്, PWD SC/STക്ക് 15 വർഷമാണ്, അതായത് 55 വയസ്സ്. ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. 10ാം ക്ലാസ് പാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെയാണ് ഇതിൽ അപ്പോയിൻമെന്റ് ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ്, അതായത് കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ മലയാളം അറിഞ്ഞിരിക്കണം. മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, അതുപോലെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം, അതുപോലെ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതാണ് അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുന്നത് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇന്ത്യൻ പോസ്റ്റ് GDS online.gov.in എന്ന സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ സൈറ്റിൽ സന്ദർശിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സ് കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്നൊരു മൊബൈൽ നമ്പർ മസ്റ്റായി ഉണ്ടായിരിക്കണം, അതുപോലെ ഇമെയിൽ ID ഉണ്ടായിരിക്കണം. രണ്ടും OTP വെരിഫിക്കേഷനും മറ്റും ആണ് അത്യാവശ്യമായി വേണ്ടത്. ആധാർ നമ്പർ ഉണ്ടായിരിക്കണം കയ്യിൽ. അതുപോലെ 10ാം ക്ലാസ് നിങ്ങൾ ജയിച്ച വർഷവും ബോർഡും അറിഞ്ഞിരിക്കണം. അതുപോലെ സ്കാൻഡ് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് അയക്കണം. അത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ 50 KB താഴെ ആയിരിക്കണം. അതുപോലെ സ്കാൻഡ് സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അയക്കണം. അതും GPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. 20 KB താഴെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ. രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ആപ്ലിക്കേഷന് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. SC/STക്കും PWDക്കും അതുപോലെ ലേഡീസിനും ആപ്ലിക്കേഷൻ ഫീ ഇല്ല, അവർ അത് അടയ്ക്കേണ്ടതില്ല. അതുപോലെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 50 KB താഴെ ഫോട്ടോ പാടുള്ളൂ, 20 KB താഴെ മാത്രമേ സിഗ്നേച്ചർ പാടുള്ളൂ. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ വേണം ഈ രണ്ടും അപ്ലോഡ് ചെയ്യാൻ. ഇന്ത്യ ഒട്ടാകെ 20,000 പോസ്റ്റുകളാണ് ഒഴിവുള്ളത്.
കേരളത്തിൽ 1350 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം പോരാ, മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. ഇനി സെലക്ഷൻ്റെ രീതി നോക്കാം. പരീക്ഷയില്ലാത്തതിനാൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവരുടെ മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ ആ വിവരം അറിയിക്കും, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായി നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റാണിത്. മാർക്ക് ഷീറ്റ്, അതായത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, ID പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ 2 സെറ്റ് കോപ്പികളും ഒറിജിനലുമായിട്ടാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടത്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ SC/ST, EWS അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്ത് വേണം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ. 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയില്ലാതെ കിട്ടുന്ന ഒരു ജോലിയാണിത്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.